KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഡൽഹി കേരള ഹൌസിലായിരുന്നു കൂടിക്കാഴ്ച. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDF വിജയത്തിന് പിന്നാലെയാണ് കൂടിക്കാഴ്ച. നിയമസഭാ തെരഞ്ഞെടുപ്പിനായി കൃത്യമായ പദ്ധതി തയ്യാറാണെന്ന് ദീപാദാസ് മുൻഷി പറഞ്ഞു. And now our challenge is more, because if people supports we have got in the local body, though our workers are very much spirited, but I will say all the leadership, everyone, to our partners, that unitedly we will march towards to 2026 and we will make it, and we will bring back the glory, and we have a concrete vision for 2026, and that we will place very soon. സജു തോമസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സജു, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയതിന് പിന്നാലെ ഇനി അടുത്ത ഘട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങളിലേക്കാണോ ഇനി നേതൃത്വം? അതാണോ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം? തീർച്ചയായിട്ടും അത്തരമൊരു കൂടിക്കാഴ്ചയിൽ ഈ വിഷയങ്ങളൊക്കെ ഇപ്പോൾ ചർച്ചയായിട്ടുണ്ട്. പ്രധാനമായിട്ടും തിരുവനന്തപുരത്ത് പല ഘടകങ്ങളുണ്ട് ഈ വിജയത്തിന്, കോർപ്പറേഷൻ വിജയത്തിൽ BJPക്ക് ഉണ്ടായതെന്നും പ്രവർത്തകരും ജനങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള സംഘടനാ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കാര്യം വിശദീകരിച്ചത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനായി കൃത്യമായിട്ടുള്ള പദ്ധതി തയ്യാറാക്കുകയാണ്. അത്തരം കാര്യങ്ങളൊക്കെയും ഇനിയിപ്പോൾ ഉടൻ തന്നെ എന്തായാലും പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ശബരിമല അടക്കമുള്ള നിരവധി വിഷയങ്ങൾ ഒന്നിച്ചു വന്നിട്ടുണ്ട്. ആ വിഷയങ്ങളൊക്കെയും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. പിണറായി വിജയൻ സർക്കാരിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ BJPയെ ഒഴിവാക്കാൻ ഇടതിനെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ പാർട്ടി ആലോചിച്ചാണ് തീരുമാനങ്ങൾ. ഇപ്പോൾ ശശിതരൂരിന്റെ നിലപാട് തിരുവനന്തപുരത്ത് യാതൊരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്നാണ് ദീപാദാസ് പറയുന്നത്. എന്തായാലും 2026 വേണ്ടി പാർട്ടിയെ അല്ലെങ്കിൽ UDFനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള എല്ലാ പദ്ധതികളും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചതായിട്ടാണ് സംസ്ഥാനത്തിന് ചുമതലയുള്ള സംഘടനാ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി വിശദീകരിക്കുന്നത്. ശരി സജു.